ഹലോ നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത് കേട്ടോ. മഴതോരും മുംബൈയുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അതായത് ബാലചന്ദ്രൻ അലീനയോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നത്, ആ കോൾ റെക്കോർഡിങ്സ് ഒക്കെ കേൾപ്പിച്ച് കൊടുത്ത് അലീന ആരാണ് എന്നുള്ള സത്യം ബാലചന്ദ്രൻ അറിഞ്ഞു എന്നുള്ള ഒരു കാര്യം അലീനയെ അറിയിക്കുന്ന ഒരു എപ്പിസോഡാണ് ഇന്നത്തേത്. വളരെയധികം വൈകാരികമായിട്ടുള്ള ഒരു മൊമെൻറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നേരെ സ്റ്റോറിയിലേക്ക് പോകാം. അങ്ങനെ അലീന വന്ന് ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ പൊക്കോട്ടെ സാർ, ഇനി എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ, പോവരുത് എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ, ഞാൻ അനുവാദം തരത്തില്ല പോവാൻ ഇന്ന് തന്നെ പറയാണ് ബാലചന്ദ്രൻ. വീണ്ടും അലീന ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിലും ബാലചന്ദ്രൻ അലീനയെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അലീന റൂമിൽ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് രാത്രിയിൽ ബാലചന്ദ്രൻ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ എല്ലാവരും ഉറങ്ങി എന്ന് ബാലചന്ദ്രന് മനസ്സിലാവുകയാണ്. അങ്ങനെ ബാലചന്ദ്രൻ താഴെ ഇറങ്ങി വന്നിട്ട് അലീനയും മുത്തശ്ശിയും കിടക്കുന്ന റൂമിലേക്കും അതുപോലെ വൈജയന്തിയും മക്കളൊക്കെ താഴെ കിടക്കുന്ന റൂമിലേക്കൊക്കെ നോക്കുന്നുണ്ട്. അതിനുശേഷം ബാലചന്ദ്രൻ ചെയ്യുന്നത് ഫ്രണ്ടിലെ ഡോറ് ലോക്ക് ചെയ്യാണ് കേട്ടോ. അതായത് ഫ്രണ്ടിൽ ലോക്ക് ഇട്ടിട്ട് കീ ഇട്ട് ലോക്ക് ചെയ്യുകയാണ്. എന്നിട്ട് ആ കീ എടുക്കുന്നുണ്ട്. അതുപോലെ കിച്ചൻ്റെ ഭാഗത്ത് പോയിട്ടും ഡോറ് ലോക്ക് ചെയ്യുകയാണ്. ആ ഡോറ് ലോക്ക് ചെയ്തിട്ടും അതിൻ്റെ കീ കയ്യിലെടുത്തിട്ട് ബാലചന്ദ്രൻ മുകളിലേക്ക് പോവുകയാണ് കിടക്കാനായിട്ട്. അപ്പോൾ ബാലചന്ദ്രൻ, ഇനി എനിക്കൊന്ന് കാണണം അലീന നാളെ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്, അതുപോലെ അലീനയെ പറഞ്ഞയക്കാനായിട്ട് ഈ വീട്ടിലേക്ക് ആരെങ്കിലും വരുന്നതും എനിക്കൊന്ന് കാണണം എന്ന് ബാലചന്ദ്രൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആ കീ കൊണ്ട് മുകളിലേക്ക് പോകുന്നത്. അങ്ങനെ ബാലചന്ദ്രൻ മുകളിലേക്ക് പോവുകയാണ്. അതിനുശേഷം ആ കീ തൻ്റെ മേശവലിപ്പിൽ ആ റിവോൾവർ വെക്കുന്ന അവിടെ തന്നെ കൊണ്ടുപോയി ഇടുക കേട്ടോ. അങ്ങനെ ബാലചന്ദ്രന് ശരിക്കും ഉറക്കം കിട്ടുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഇനിയിപ്പോൾ എങ്ങനെ അലീനയെ തടയും എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. പക്ഷേ ബാലചന്ദ്രൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്താണെങ്കിലും അലീന ഈ വീട്ടിൽ നിന്ന് പോവത്തില്ല എന്നുള്ളൊരു തീരുമാനം ബാലചന്ദ്രൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ കീ അവിടെ വെച്ചിട്ട് പിന്നീട് കിടക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അലീന ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് രാത്രിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. നാളെ രാവിലെ ഇവിടെ നിന്ന് പോകണമല്ലോ എന്നുള്ള ഒരു രീതിയിൽ മുത്തശ്ശിയോടാണെങ്കിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. മുത്തശ്ശി ഇങ്ങനെ ഭയങ്കര സങ്കടപ്പെട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ നീ പോകാൻ തന്നെ തീരുമാനിച്ചോ മോളെ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശിയും അത് തന്നെയല്ലേ ആഗ്രഹിക്കുന്നത്. മുത്തശ്ശി ആഗ്രഹിക്കുന്നത് മുത്തശ്ശിയുടെ മോളുടെ ജീവിതം നന്നായിരിക്കണമെന്നല്ലേ. എനിക്കും അത് മോശമായിരിക്കണമെന്നൊന്നും ആഗ്രഹമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ വന്ന് ഭവിച്ചു പോയി. എന്താണെങ്കിലും ഞാൻ പോവാൻ തന്നെ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ, എനിക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് കുഞ്ഞ്, നീ പോകണമെന്ന് ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ, സാരല്ല മുത്തശ്ശി, എനിക്ക് മനസ്സിലാകും. ഇവിടെ എന്നോട് അല്പമെങ്കിലും സ്നേഹം കാണിച്ചിട്ടുള്ളത് മുത്തശ്ശിയും കൃഷ്ണമോളും മനുവേട്ടനും സാറുമാണ്. പക്ഷേ സാറ് മാത്രം എന്നോട് ഇവിടെ നിൽക്കാൻ പറയുന്നുള്ളൂ. നിങ്ങളൊക്കെ പോകാൻ പറയുന്നത് എന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഇവിടുത്തെ സാഹചര്യം നോക്കിയിട്ടാണ് നിങ്ങൾ എന്നോട് പോകാൻ പറയുന്നത്. കൃഷ്ണമോള് പോലും അതിന് അനുസരിച്ച് മാറിപ്പോയിരിക്കുന്നു. ഇനിയും ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാലും ഒരു വലിയ ദുരന്തം തന്നെ സംഭവിച്ചേക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അലീന. അങ്ങനെ അലീന ഉറങ്ങാനായിട്ട് കിടക്കണം. ആ സമയത്ത് അലീന ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഓർക്കുക കേട്ടോ. ആദ്യമായിട്ട് മനുവേട്ടനും ആദ്യമായിട്ട് മുത്തശ്ശൻ കാണാൻ വന്നതും, അതുപോലെ മുത്തശ്ശൻ ആരാണ് എന്നുള്ളത് ബ്രിജിത്ത മമ്മി പറഞ്ഞ കാര്യങ്ങളും, പിന്നീട് മുത്തശ്ശൻ്റെ മരണവാർത്ത കണ്ടതും, മനുവേട്ടനും മനുവും അതുപോലെ ബാലചന്ദ്രനും കൂടി അലീനയെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ചെന്നതും, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഓർക്കുകയാണ്. ആദ്യമായിട്ട് കൊല്ലപ്പള്ളിയിൽ വന്ന് കയറിയ നിമിഷവും, അതുപോലെ വൈജയന്തിയെ ആദ്യമായിട്ട് കണ്ട നിമിഷം, അങ്ങനെയുള്ള ഓരോ മൊമെൻറ്റും അത്രയും പ്രഷ്യസ് ആയിട്ട് അലീന ഇങ്ങനെ ഓർക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് വൈജയന്തിയുടെ കൂടെ വീട്ടിലേക്ക് താമസിക്കാനായിട്ട് വന്നതും, പിന്നെ വൈജയന്തിയുമായിട്ട് ഉണ്ടായിട്ടുള്ള ഓരോ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങളും ഇങ്ങനെ അലീന ഇങ്ങനെ ഓർക്കുന്നുണ്ട്. എപ്പോഴും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. അതുപോലെ ബാലചന്ദ്രൻ്റെ കാര്യങ്ങളും ഓർക്കുന്നുണ്ട്. ബാലചന്ദ്രൻ തനിക്ക് സപ്പോർട്ടായിട്ട് നിന്നതൊക്കെ അലീന ഇങ്ങനെ ഓർക്കുകയാണ്. അങ്ങനെ ഓർത്ത് അറിയാതെ ഉറക്കം വരാതെ ഇങ്ങനെ കിടക്കുകയാണ് അലീന. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ കേട്ടോ. പിറ്റേ ദിവസം രാവിലെ എല്ലാവരും എഴുന്നേറ്റ് അങ്ങനെ അലീനയെ എന്തായാലും പറഞ്ഞയക്കണമല്ലോ. അപ്പോൾ വൈജയന്തിക്ക് അന്ന് ഭയങ്കര ഉത്സാഹമാണ്. കാരണം അലീന ഇന്ന് പോവുകയാണ്.
ഇനി അലീന എന്ന് പറഞ്ഞൊരു ശല്യം വൈജയുടെ ജീവിതത്തിൽ ഇല്ല എന്ന് തന്നെ വൈജയന്തി തീരുമാനിച്ചേക്കാണ്. ആ ഒരു സന്തോഷത്തിൽ വൈജയന്തി വളരെ നേരത്തെ തന്നെ എഴുന്നേറ്റ് കിച്ചണിലൊക്കെ കയറി ചായയൊക്കെ ഇട്ട് മക്കൾക്കൊക്കെ ചായയൊക്കെ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അലീനയാണെങ്കിൽ നേരത്തെ അലീന എഴുന്നേൽക്കുന്നതിന് മുന്നേ വൈജയന്തി എഴുന്നേറ്റുണ്ടായി. കാരണം അലീന ഇനി കിച്ചണിൽ കയറ്റണ്ട എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. കാരണം അലീന ഇനി പോവല്ലേ, പൊക്കോട്ടെ, പറഞ്ഞയക്കാനുള്ള തീരുമാനം എടുത്തേക്കാണ്. അപ്പോൾ അലീനയാണെങ്കിലും എഴുന്നേറ്റിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി പോവാനൊക്കെ ആയിട്ട് ബാഗിൽ സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുക കേട്ടോ. അന്നേരം അലീന ഇങ്ങനെ ഓരോ ഡ്രസ്സ് എടുത്ത് വെക്കുമ്പോഴും അലീനയ്ക്ക് സങ്കടം സഹിക്കാതെ കരഞ്ഞുകൊണ്ടാണ് എടുത്ത് വെക്കുന്നത്. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എൻ്റെ കുഞ്ഞ് നീ കരയാണോ, നീ എന്തിനാ ഈ കരയുന്നേ, നീ ഇങ്ങനെ വിഷമിച്ചിറങ്ങി പോവല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഇല്ല മുത്തശ്ശി എന്ന് പറഞ്ഞ് അലീന ഇങ്ങനെ ആ ഡ്രസ്സുകൾ എടുത്ത് വെക്കുകയാണ്. ഓരോ ഡ്രസ്സ് എടുത്ത് വെക്കുമ്പോഴും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ വീണ്ടും അലീന ബ്രിജിത്ത മമ്മി പറഞ്ഞ കാര്യങ്ങളും അതുപോലെ വൈജയന്തിയെ കണ്ട കാര്യങ്ങളും കൂടുതലും വൈജയന്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അലീന ഇങ്ങനെ ഓർക്കുന്നത് കേട്ടോ. അങ്ങനെ അതൊക്കെ ബാഗിൽ എടുത്ത് വെച്ചിട്ട് അലീന ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. മുത്തശ്ശി, ഞാനിനി യാത്ര പറയുന്നില്ല മുത്തശ്ശിയോടെന്ന് പറയുമ്പോൾ, വേണ്ട കുഞ്ഞെ, നീ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പം, എനിക്കറിയില്ല മുത്തശ്ശി, ഞാൻ രേവതിക്കുട്ടിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവൾ എന്നെ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ വേണ്ടെന്നാണ് പറഞ്ഞത്, ഞാൻ ബസ്സിന് വന്നോളാം എന്ന് പറഞ്ഞു, എന്നാലും ചിലപ്പോൾ അവൾ വരുമായിരിക്കും, ഇല്ലെങ്കിൽ ഞാൻ ബസ്സിന് പൊക്കോളാം അങ്ങോട്ടേക്ക് എന്ന് പറയാണ് അലീന. അപ്പോൾ മുത്തശ്ശി കൂടുതലൊന്നും വീണ്ടും ചോദിക്കുന്നില്ല കേട്ടോ. പിന്നെ ലാസ്റ്റ് ചോദിക്കുന്നുണ്ട്, നീ പോയാൽ ഇനി എന്നാടി നമ്മൾ കാണുക എന്നൊക്കെ ചോദിക്കുമ്പോൾ, എനിക്കറിയില്ല മുത്തശ്ശി, പക്ഷേ മുത്തശ്ശിയെ എന്നും ഓർക്കും ഞാൻ, മുത്തശ്ശിയെ ഓർക്കാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല, ഇവിടെയുള്ള ഓരോരുത്തരെയും ഓർക്കും, ഇത്രയും നാളും ഞാനിവിടെ ജീവിച്ചതിനെക്കുറിച്ചും ഒക്കെ ഞാൻ ഓർക്കും എന്നിങ്ങനെ പറയണം അലീന. എനിക്ക് ആരോടും ദേഷ്യമോ വെറുപ്പോ ഒന്നുമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് പറയാട്ടോ. അങ്ങനെ അലീന, എന്നാൽ ഞാൻ പൊക്കോട്ടെ മുത്തശ്ശി എന്ന് പറയുമ്പോൾ, നീ ബാലചന്ദ്രനോട് പറയുന്നില്ലേ എന്ന് ചോദിക്കണം. ഇല്ല മുത്തശ്ശി, ഞാൻ പറയുന്നില്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പോകാൻ അനുവദിച്ചില്ലെങ്കിലോ, ഇന്നലെ ഞാൻ ചോദിച്ചപ്പോഴും അനുവാദം തന്നില്ല, നീ പോവരുത് എന്ന് തന്നെയാണ് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഇന്ന് ചെന്ന് കഴിഞ്ഞാലും എന്നെ കൂടുതൽ ധർമ്മസങ്കടത്തിലാക്കത്തേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല ചോദിക്കാനായിട്ട് എന്ന് പറയണം അലീന. എന്നാലും അവന് വിഷമാവത്തില്ലേ, നീ ഒന്ന് പറയാതെ പോയി എന്നോർത്തിട്ട്, സാരല്ല മുത്തശ്ശി, കുറച്ച് കഴിഞ്ഞാലൊക്കെ ശരിയായിക്കോളും, പക്ഷേ ഞാൻ പോയി കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യം ഓർത്തിട്ട് എനിക്ക് നല്ല പേടിയുണ്ട്, ഇവിടെ എന്താ സംഭവിക്കാമെന്നൊന്നും പറയാൻ പറ്റത്തില്ല മുത്തശ്ശി എന്ന് പറയാണ് അലീന. ഇനി വരുന്നത് പോലെ വരട്ടെ, വൈജ അനുഭവിക്കാനുള്ളത് വൈജ അനുഭവിച്ചല്ലേ പറ്റുള്ളൂ എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട്. അങ്ങനെ അലീന റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക കേട്ടോ. റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് വൈജയന്തി ആണെങ്കിൽ അലീന വരുന്നത് നോക്കി കാത്തു നിൽക്കുകയാണ് ഡൈനിങ് ടേബിളിൻ്റെ അവിടെ. അലീനയാണെങ്കിൽ പോവാനായിട്ട് റെഡി ആയിട്ടാണ് നിൽക്കുന്നത്, ബാഗൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ബാഗൊന്നും ഇങ്ങോട്ടേക്ക് എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അലീന നേരെ കിച്ചണിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ പോവുകയാണെങ്കിലും രാവിലത്തെ ജോലിയൊക്കെ ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് അലീന ചെല്ലുന്നത് കേട്ടോ. അങ്ങനെ കിച്ചണിലേക്ക് പോകുന്ന സമയത്ത് വൈജയന്തി ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടാ എന്ന് ചോദിക്കുകയാണ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട്, കുട്ടികൾക്ക് സ്കൂളിലൊക്കെ പോകേണ്ടതല്ലേ, അതുണ്ടാക്കാനാന്ന് പറയുമ്പോൾ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നീ ഏതായാലും പോവാൻ തീരുമാനിച്ചതല്ലേ, നീ പോവാൻ നോക്ക്, നീ ഇന്നൊന്നും ഉണ്ടാക്കാനൊന്നും നിൽക്കണ്ട, നീ പോകുന്ന ദിവസവും നിന്നെക്കൊണ്ട് പണിയെടുപ്പിച്ചു എന്ന് പറയാനല്ലേ എന്ന് ചോദിക്കുകയാണ് വൈജ. അന്നേരം അലീന പറയുന്നുണ്ട്, ഇല്ല മാഡം, അങ്ങനെയൊന്നുമില്ല, ഞാൻ എൻ്റെ ജോലി ഞാൻ ചെയ്തു വെച്ചിട്ട് പൊക്കോളാം എന്ന് പറയണം. അതിൻ്റെ ആവശ്യമില്ല എന്നല്ലേ പറഞ്ഞത്, ഇന്നത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം, നീ അതിന് ബുദ്ധിമുട്ടേണ്ട ആ കാര്യമില്ല, നീ ഇന്ന് പോവാൻ നോക്ക്, ഇനി നീ ബാലചന്ദ്രനോട് യാത്ര ചോദിക്കാനൊന്നും പോവണ്ട, നീ പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല മാഡം, ഞാൻ പോകുന്നില്ല, ഞാൻ പോയൊരു സാർ എന്നെ പറഞ്ഞയക്കത്തില്ല, അതുകൊണ്ട് ഞാൻ യാത്ര ചോദിക്കാൻ നിൽക്കുന്നില്ല എന്ന് പറയണം. നല്ല കാര്യം, ഇന്ന വേഗം പോവാൻ നോക്ക് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അന്നേരം അലീന വൈജയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇനി ഒരിക്കലും അമ്മയെ കാണാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു വിഷമത്തിൽ ഇങ്ങനെ വൈജയെ നോക്കി നിൽക്കുക കേട്ടോ. അങ്ങനെ വൈജയെ നോക്കി നിൽക്കുന്ന സമയത്ത് വൈജ ചോദിക്കുന്നുണ്ട്, എന്താണ് ഇങ്ങനെ നോക്കുന്നത് എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ അലീന, ഒന്നുമില്ല മാഡം എന്ന് പറയണം. എന്നിട്ട് പിന്നെ പറയുന്നുണ്ട്, ഇനി എന്നാ കാണുക എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഈ മുഖം എന്നും എൻ്റെ മനസ്സിലുണ്ടാകും, ഒരിക്കലും മായാത്ത ഒരു ചിത്രമായിട്ട് ഈ മുഖം എന്നും എൻ്റെ മനസ്സിലുണ്ടാകുമെന്ന് അലീന പറയുമ്പോൾ, നിൻ്റെ മുഖം ഒരിക്കലും എൻ്റെ മനസ്സിലേക്ക് വരില്ലേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നാണ് വൈജ പറയുന്നത് കേട്ടോ. മാഡം, ഈ പ്രാർത്ഥിക്കുന്നതൊക്കെ മാറ്റി പറയുന്ന ഒരു ദിവസം വരും,
അന്ന് മാഡം ഒരുപാട് കരയും എന്നെ ഓർത്തിട്ട് എന്ന് പറയുമ്പോൾ, ഞാൻ നിന്നെ ഓർത്തിട്ട് കരയാനോ? ഒന്ന് വെറുതെ നിന്ന് സംസാരിച്ച് സമയം കളയാതെ നീ പോവാൻ നോക്ക് എന്ന് പറയാം കേട്ടോ. ആ സമയത്താണ് മക്കളൊക്കെ അങ്ങോട്ടേക്ക് വരുന്നത്. കൃഷ്ണയും ബബിതയൊക്കെ റൂമിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. സ്കൂളിലും കോളേജിലൊക്കെ പോകാനായിട്ട് റെഡി ആയിട്ട് വരികയാണ്. അതുപോലെ രോഹിത്തും വരുന്നുണ്ട്. അപ്പോൾ അലീന അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് കൃഷ്ണമോളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ചേച്ചി പോവുക കേട്ടോ എന്ന് പറയുമ്പോൾ കൃഷ്ണമോൾക്കാണെങ്കിൽ ഭയങ്കര സങ്കടമൊക്കെ ഉണ്ട്. എന്നാലും ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീരട്ടെ എന്ന് ഓർത്തിട്ടാണ് കൃഷ്ണമോൾ നിൽക്കുന്നത്. അങ്ങനെ കൃഷ്ണമോളോട് പറയുന്നുണ്ട്, നന്നായി പഠിക്കണം, നല്ല മാർക്ക് വാങ്ങിയിട്ട് നല്ല കുട്ടിയായിട്ട് വളരണം, അച്ഛനും അമ്മയും പറയുന്നതൊക്കെ കേട്ട് നല്ല കുട്ടിയായിട്ട് ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണമോളോട് കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ബബിതയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, നീ എന്നോട് എന്തൊക്കെ തട്ടിക്കയറിയാലും ദേഷ്യപ്പെട്ടാലും നീ എൻ്റെ അനിയത്തിയാണ്, നിന്നെ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഒരു കാര്യം മാത്രമേ നിന്നോട് പറയാനുള്ളൂ, നല്ലതും ചീത്തതുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. നല്ലവരുണ്ട് ചീത്തവരുണ്ട്. നല്ല ആളുകളുമായിട്ട് മാത്രം കൂട്ടുകൂടുക, ചീത്ത കൂട്ടുകെട്ടിൽ പെടാതിരിക്കുക. കൂട്ടുകൂടുമ്പോൾ നമ്മൾ ശരിക്കും ആൾക്കാരെ അറിഞ്ഞിട്ട് വേണം കൂട്ടുകൂടാൻ. ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം നിനക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ബബിതയാണെങ്കിൽ അതിനൊന്നും വലിയ വില കൊടുക്കാത്ത ഇങ്ങനെ ഒരു ആക്ഷൻ കാട്ടി അങ്ങനെ മാറ്റി കളയാട്ടോ. അത്രയ്ക്ക് ശ്രദ്ധ കൊടുക്കുന്നൊന്നുമില്ല. പിന്നീട് രോഹിത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് രോഹിത്തിനോട് പറയുന്നുണ്ട്, നീ എന്തൊക്കെ തെറ്റ് ചെയ്താലും നിന്നോട് ക്ഷമിക്കാൻ മാത്രമേ എനിക്ക് കഴിയുള്ളൂ. അതിനപ്പുറം എന്നെക്കൊണ്ട് മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ എൻ്റെ സ്വന്തം സഹോദരനായിട്ടാണ് കണ്ടിട്ടുള്ളത്. നീ എൻ്റെ സ്വന്തം സഹോദരൻ തന്നെയാണ്. അതുകൊണ്ട് നീ ചീത്ത കൂട്ടുകെട്ടിലേക്ക് പോവാതെ നീ ശ്രദ്ധിക്കുക എന്ന് പറയുമ്പം രോഹിത്താണെങ്കിൽ അത്ര മൈൻഡ് ചെയ്യാതെ പോടി പുല്ലേ എന്നിങ്ങനെ പറയാട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, നിന്നോട് നീ ചെയ്ത പ്രവൃത്തിയിൽ എനിക്ക് നല്ല ദേഷ്യമുണ്ട്, പക്ഷേ നിന്നെ ഓർത്ത് എനിക്ക് നല്ല സഹതാപമുണ്ട്. നീ ഇനിയും ഒരുപാട് അബദ്ധങ്ങളിൽ ചെന്ന് പെടും. ആ ഹരിയുടെ കൂടെ കൂടുകയാണെന്നുണ്ടെങ്കിൽ ആ കൂട്ട് നീ വിട്ടാൽ മാത്രമേ നിനക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. ഒരു ചേച്ചി തരുന്ന ഒരു ഉപദേശമായിട്ട് എടുക്കുകയാണെങ്കിൽ നിനക്ക് രക്ഷപ്പെടാൻ പറ്റും എന്ന് പറയുന്നുണ്ട് കേട്ടോ അലീന. പക്ഷേ രോഹിത്താണെങ്കിൽ അതിനൊന്നും കാര്യമാക്കുന്നില്ല. വൈജ പറയുന്നുണ്ട്, ഇനി ഒരുപാട് സമയം കളയണ്ട, ഇപ്പോൾ എല്ലാവരോടും പറയാനുള്ളതൊക്കെ പറഞ്ഞില്ലേ, നീ പോവാൻ നോക്ക് എന്ന് പറയാട്ടോ. അങ്ങനെ അലീന വൈജയെ ഒന്നുകൂടി നോക്കി മക്കളെയൊക്കെ നോക്കിയിട്ട് മുത്തശ്ശിയുടെ റൂമിലേക്ക് തന്നെ കയറി ചെല്ലുകയാണ്. അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ അലീന ഇപ്പോൾ വരും എന്ന് ഓർത്തിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അലീന പോവുകയാണല്ലോ, ആ ഒരു ടെൻഷൻ മുത്തശ്ശിക്കും ഉണ്ട്. അങ്ങനെ റൂമിലേക്ക് എത്തുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്തേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇന്ന് ജോലിയൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു, എന്നോട് വേഗം പൊക്കോളാനാണ് പറഞ്ഞത് എന്ന് പറയാണ് അലീന. അങ്ങനെ പറഞ്ഞു വൈജ, അങ്ങനെ പറഞ്ഞു. ഇനിയിപ്പോൾ ഇന്നും ജോലി ചെയ്ത് ഞാനിവിടെ പോകുന്ന ദിവസം ജോലി ചെയ്തു എന്ന് കണക്ക് പറഞ്ഞാലോ എന്ന് ഓർത്തിട്ടാണെന്ന് അലീന പറയാട്ടോ. അങ്ങനെ അലീന അവിടെ കുറച്ച് നേരം കൂടി മുത്തശ്ശിയെ കെട്ടിപ്പിടിക്കുക ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അലീന റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരാഞ്ഞിട്ട് വൈജയ്ക്ക് ഭയങ്കര ഒരു വിമ്മിഷ്ടമാണ് കേട്ടോ. അപ്പോൾ വൈജ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് റൂമിലേക്ക്. ഡോറ് തുറന്ന് നോക്കുമ്പോൾ മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് കരയുന്ന അലീനയാട്ടോ കാണുന്നത്. ഇതൊന്നും ഇതുവരെ തീർന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് വൈജ ഒച്ചയെടുക്കുമ്പോൾ അലീന മുത്തശ്ശിയിൽ നിന്ന് അങ്ങനെ മാറി നിൽക്കുകയാണ്. ഇവിടെ സമയം വൈകുന്നു, നിന്നോട് നേരത്തെ കാലത്ത് പോകാനല്ലേ പറഞ്ഞത്, നീ എന്തിനാണ് ഇങ്ങനെ ടൈം വേസ്റ്റ് ആക്കണേന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീന ചെന്ന് ബാഗൊക്കെ എടുത്ത് മുത്തശ്ശിയെ ഒന്ന് നോക്കി കണ്ണുകൊണ്ട് യാത്ര പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് ബാഗൊക്കെ എടുത്തിട്ട്. അങ്ങനെ ബാഗൊക്കെ എടുത്ത് ഡോറ് തുറക്കാൻ പോവുക കേട്ടോ. അപ്പോൾ വൈജയും ഇങ്ങനെ പുറകെ ഇങ്ങനെ വരുന്നുണ്ട്. ഡോറ് തുറക്കാൻ നേരത്ത് ഡോറ് തുറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ മുകളിലുള്ള ബോൾട്ടൊക്കെ അതൊക്കെ ഓപ്പൺ ആക്കിയെങ്കിലും സെൻറ്ററിലുള്ള ലോക്ക് ചെയ്തിട്ടേക്കാണെന്ന് മനസ്സിലാവണം. അലീന പറയുന്നുണ്ട്, ഇതെന്താ തുറക്കാൻ പറ്റാത്ത, ഇതിൻ്റെ കീ എവിടെയെന്ന് ചോദിക്കുകയാണ്. വൈജ ചോദിക്കുന്നുണ്ട്, അതാരാ പൂട്ടിയത്, ഇതങ്ങനെ കീ അവിടെ നിന്ന് എടുത്ത് മാറ്റാറില്ലല്ലോ, ഇതാരാ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീനയും ആകെ അങ്കലാപ്പിൽ, എല്ലാവരും ആകെ ഒരു അമ്പരപ്പിൽ നിൽക്കുകയാണ്. ഡോറ് തുറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാവരും പിന്നെ കീ അന്വേഷിക്കലായി. അപ്പോൾ കീ അന്വേഷിച്ചിട്ട് എവിടെയും കീ കാണാനില്ല. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യുക, ഫ്രണ്ടിലെ ഡോറ് തുറക്കുന്നില്ലെങ്കിൽ വേണ്ടിയില്ല, കുഴപ്പമില്ല, നീ അടുക്കളയിലെ ഡോറ് തുറന്ന് അതുവഴി പൊക്കോ എന്ന് പറയട്ടോ. അപ്പോൾ അലീന മനസ്സോടെ ആ ഭാഗത്തേക്ക് ചെല്ലുകയാണ്. പുറകെ വൈജയും ചെല്ലുന്നുണ്ട് കേട്ടോ. അവിടെ എത്തുമ്പോൾ അതും ലോക്ക് ചെയ്തിട്ടത് കാണുകയാണ്. ഒരു ലോക്ക് വാങ്ങിയിട്ട് ലോക്ക് ചെയ്തിട്ടത് കാണാം കേട്ടോ.
അപ്പോൾ അത് കണ്ടിട്ട് വൈജയും എല്ലാവരും ആകെ ഷോക്കായി പോവാണ്, ഇതിപ്പോൾ ആരാ ചെയ്തത് എന്നോർത്തിട്ട്. അപ്പോൾ വൈജയ്ക്ക് കാര്യം മനസ്സിലാവാണ്, ഇത് ബാലചന്ദ്രൻ്റെ പണിയാണ് എന്ന് മനസ്സിലാവാണ്. അലീനെ പറഞ്ഞയക്കാതിരിക്കാനായിട്ട് ബാലചന്ദ്രൻ ചെയ്ത പണിയാണെന്ന് മനസ്സിലാവാട്ടോ. വൈജയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്, എനിക്കറിയാം ഇതിനെന്താ ചെയ്യേണ്ടതെന്ന്, ഇത് ആരാ ചെയ്തതെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ദേഷ്യപ്പെട്ടുകൊണ്ട് വൈജി ഇങ്ങനെ ഹോളിലേക്ക് വരികയാണ്. അപ്പോൾ എന്താ അമ്മ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഫ്രണ്ടിലെയും ബാക്കിലൊക്കെ ഡോറ് ലോക്ക് ചെയ്തിട്ടേക്കാണ്. അപ്പോൾ അത് ആരാ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ വേറെ ആര് ചെയ്യാനാ, നിങ്ങളുടെ അച്ഛനല്ലാണ്ട് വേറെ ആര് ചെയ്യാനാ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രനാണെങ്കിൽ റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ഇതിൽ ഒന്നും പാകമാവുന്നില്ല, എനിക്കറിയാം എന്താ വേണ്ടതെന്ന്, ഞാൻ പോയി ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വൈജ ചാടിത്തുള്ളി മുകളിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുകളിലേക്ക് ചെല്ലുന്ന സമയത്ത് ഡോറിൽ മുട്ടുമ്പോൾ ഡോറിൽ മുട്ടി അങ്ങനെ അനുവാദം കാത്തിക്കണമൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് ഡോറിൽ മുട്ടിയിട്ട് ഒറ്റ തുറക്കൽ തുറക്കുകയാണ്. അപ്പോൾ വാതിൽ തുറന്ന് വൈജ വന്നത് കണ്ടിട്ട് ബാലചന്ദ്രൻ ദേഷ്യത്തോടെ, എന്തോന്നാ ഇതൊരു മര്യാദയില്ലേ, വാതിൽ മുട്ടിയിട്ട് വേണ്ടേ വരാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഫ്രണ്ടിൽ ഡോറിൻ്റെ കീ എവിടെ, അത് ആരാ പൂട്ടിയത് എന്ന് ചോദിക്കുന്നുണ്ട്. അടുക്കള വശത്തെ ഡോറും പൂട്ടിയേക്കാണല്ലോ, അത് ആരാ പൂട്ടിയത്, അതിൻ്റെ കീ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതിൻ്റെ കീ എൻ്റെ അടുത്ത് ഭദ്രമായിട്ട് ഇരിപ്പുണ്ട് എന്ന് പറയണം. അതെന്തിനാണ് അത് പൂട്ടിയത്, അത് തുറന്ന് അലീന പോവാനായിട്ട് നിൽക്കില്ലേ, അവൾക്ക് പോവണ്ടേ എന്ന് പറയുമ്പോൾ, ആര് പറഞ്ഞു അലീനയോട് പോവാൻ, ഞാൻ പറഞ്ഞില്ലല്ലോ അലീനയോട് പോവാൻ എന്ന് പറയട്ടോ. ഞാൻ പറഞ്ഞു, രാജീവേട്ടനും വന്നിട്ടുണ്ടായിരുന്നല്ലോ, രാജീവേട്ടനും പറഞ്ഞു, അത് കാരണം അവൾ പോവാനായിട്ട് നിൽക്കുകയാണല്ലോ, പിന്നെ ബാലചന്ദ്രൻ മാത്രം ഇത്രയ്ക്ക് പ്രശ്നം, അവൾ പോവാൻ എല്ലാം പാക്ക് ചെയ്ത് റെഡിയായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് എന്ന് പറയട്ടോ. അതിന് ഞാൻ പറഞ്ഞില്ല അവളോട് പോവാനായിട്ട് എന്ന് പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വൈജ വീണ്ടും ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് നിൽക്കുമ്പം ബാലചന്ദ്രൻ വീണ്ടും അങ്ങനെ വൈജയോടും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അവസാനം പറയുന്നുണ്ട്, ശരി അവൾ പോവാനായിട്ട് നിൽക്കുകയാണെങ്കിൽ അവൾ എന്നോട് വന്ന് യാത്ര പറയട്ടെ, എന്നോട് യാത്ര പറഞ്ഞിട്ട് അവൾ പോവട്ടെ, ഞാൻ അവളുടെ കയ്യിൽ താക്കോല് കൊടുത്തു വിട്ടേക്കാം എന്ന് പറയട്ടോ. അപ്പോൾ വൈജയ്ക്ക് അതിൻ്റെ ആവശ്യമില്ല, ഇവിടെ വന്നിട്ട് അവളെ വീണ്ടും ബ്രെയിൻ വാഷ് ചെയ്യാനല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഞാനൊരു ബ്രെയിൻ വാഷ് ചെയ്യാനും പോകുന്നില്ല, അവൾ എന്നോട് വന്ന് യാത്ര പറയാതെ എങ്ങനെ പോകും, നിങ്ങളെല്ലാവരും കൂടി അവളെ എൻ്റെ അടുത്തേക്ക് വിടാതെ മാറ്റി നിർത്തിയേക്കാണോ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. അവൾ എൻ്റെ അടുത്ത് വന്ന് യാത്ര പറഞ്ഞാൽ മാത്രമേ അവൾക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറയുകയാണ് ബാലചന്ദ്രൻ. അത് ശരിയാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് വൈജയന്തി താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വേഗം രാജീവിനെ ഫോൺ വിളിക്കുകയാണ്. രാജീവിനെ ഫോൺ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എന്താ വൈജയൻ ചോദിക്കുമ്പോൾ, ഇവിടെ ആകെ പ്രശ്നമാണ്, ബാലചന്ദ്രൻ ഫ്രണ്ടിലെ ബാക്കിലേക്ക് ഡോറ് പൂട്ടിയിട്ടേക്കാണ് എന്ന് പറയട്ടോ. അതെന്തിനാ ബാലചന്ദ്രൻ അങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ, അവൾ പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലാതെ വേറെ എന്തിനാ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് വന്ന ഒരു JCB വിളിച്ച് ആ വാതിലങ്ങോട്ട് തല്ലി പൊളിക്കും എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് ബാലചന്ദ്രൻ എന്താ എന്നിട്ട് പറയണേന്ന് ചോദിക്കുമ്പോൾ, അവളോട് ബാലചന്ദ്രൻ പറഞ്ഞിട്ടില്ല അത്രേ പോവാനെന്ന്, പിന്നീട് അവൾ പോവണമെങ്കിൽ ബാലചന്ദ്രൻ്റെ അടുത്ത് ചെന്ന് യാത്ര പറയണമെന്നാണ് പറയുന്നത് എന്ന് പറയാം. അപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അത് മാത്രമായിട്ട് മുടക്കണ്ട, അവൾ ചെന്ന് യാത്ര പറയട്ടെ, എന്നിട്ട് അവൾ ഇറങ്ങിപ്പോട്ടെ, അവളെ കീയും വാങ്ങിച്ച് വന്ന് തുറന്ന് ഇറങ്ങിപ്പോട്ടെ, എന്തായാലും അവളെ പറഞ്ഞു വിട്ടേക്ക് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അലീനയെ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുകയാണ് വൈജ. പോകുമ്പോൾ വൈജ പറയുന്നുണ്ട്, നീ എന്തൊക്കെ ബാലചന്ദ്രൻ എന്തൊക്കെ അടവ് പയറ്റിക്കഴിഞ്ഞാലും നീ ആ കീ വാങ്ങിച്ചു കൊണ്ട് വന്നിട്ട് ഈ ഡോറ് തുറന്ന് പുറത്തേക്ക് പൊക്കോളണം, അല്ലാതെ ഇവിടെ നിൽക്കാമെന്ന് നീ വിചാരിക്കേണ്ട, ബാലചന്ദ്രൻ എന്തൊക്കെ പറഞ്ഞാലും അത് കേൾക്കാൻ നിൽക്കണ്ട എന്ന് പറയുമ്പോൾ, അതേ എന്ന് പറഞ്ഞിട്ട് തലയാട്ടിയും കൊണ്ടാണ് മുകളിലേക്ക് ചെല്ലുന്നത്. അങ്ങനെ മുകളിലേക്ക് ചെല്ലുന്ന സമയത്ത് ബാലചന്ദ്രൻ എൻ്റെ അടുത്തേക്ക് അലീന ചെല്ലുകയാണ്. സാർ എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തിനാ സാർ എന്നെ ഇങ്ങനെ ധർമ്മസങ്കടത്തിലാക്കുന്നത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തു, ഞാൻ പൊക്കോട്ടെ എന്ന് പറയുമ്പോൾ, നീ പൊക്കോ, നീ പോവണ്ടെന്ന് ആരാ പറഞ്ഞത്, എനിക്ക് നീ പോകുന്നതിന് താല്പര്യമില്ലയെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, എനിക്ക് സമ്മതമല്ല, പിന്നെ നീ പോകുന്നത് നിൻ്റെ ഇഷ്ടത്തിനല്ലേ, അതിനെനിക്ക് നിന്നെ തടയാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയട്ടോ. അപ്പോൾ അലീന ഒരുപാട് ഇങ്ങനെ സങ്കടപ്പെട്ട് ഓരോ കാര്യങ്ങൾ പറയണേ. ഞാൻ എന്ത് തെറ്റ് ചെയ്തു സാർ, എന്നെ എല്ലാവരും കൂടി ഇങ്ങനെ ശിക്ഷിക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കല്ലേ, ഞാൻ എവിടെയെങ്കിലും പോയി എങ്ങനെയെങ്കിലും ജീവിച്ചോളാം എന്നൊക്കെ പറയുമ്പോൾ, ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് സ്വയം നീറിപ്പൊകയാൻ തീരുമാനിച്ചിട്ടല്ലേ നീ ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അന്നേരം അലീന പറയുന്നുണ്ട്, അലീന ഇങ്ങനെ ആകെ ഷോക്കാവട്ടോ അത് കേട്ടപ്പോൾ. എന്നിട്ട് പറയുന്നുണ്ട്, ശരിയാണ്, ഞാൻ അതിന് തന്നെയാണ് വന്നത്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചുകൊണ്ട് തന്നെയാണ് വന്നത്, പക്ഷേ എനിക്ക് ഇനി ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല സാർ, എനിക്ക് പോയേ പറ്റൂ എന്ന് പറയണം. നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണ് ഇവിടെ നിന്ന് പോകണം എന്നുണ്ടെങ്കിൽ ഇതാക്കി നീ കൊണ്ടുപോക്കോ, നീ ഡോറ് തുറന്നിട്ട് നീ പൊക്കോ എന്ന് പറയണം. അങ്ങനെ അലീന ആ കീ വാങ്ങിക്കുക കേട്ടോ, ബാലചന്ദ്രൻ കൊടുക്കുന്ന കീ വാങ്ങിക്കുകയാണ്.
അപ്പോഴും ബാലചന്ദ്രൻ ഇങ്ങനെ വളരെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. വിഷമവും ദേഷ്യമൊക്കെ ഉണ്ട്. അലീനയ്ക്ക് ഭയങ്കര സങ്കടമാണ്. അലീന പറയുന്നുണ്ട്, എനിക്ക് സാറിന് ഈ അവസ്ഥയിൽ വിട്ടുപോകാൻ ഒട്ടും താല്പര്യം ഉണ്ടായിട്ടല്ല, പക്ഷേ സാഹചര്യം ഇങ്ങനെ ആയിപ്പോയില്ലേ സാർ, ഇനി ഞാൻ എന്ത് ചെയ്യും? ഇനിയും ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ കൂടത്തില്ലേ ഉള്ളൂ. ഇനിയെങ്കിലും സാറ് നല്ല രീതിയിൽ മാഡത്തോടൊക്കെ ഒന്ന് നല്ല രീതിയിൽ പെരുമാറി നന്നായി ജീവിക്കാൻ ശ്രമിക്കണം എന്നൊക്കെ പറയുമ്പോൾ, എൻ്റെ കാര്യമല്ലേ, എൻ്റെ ജീവിതമല്ലേ, നീ പോവാൻ തീരുമാനിച്ചവളല്ലേ, നീ പൊക്കോ, എന്നെ ഉപദേശിക്കാനൊന്നും നീ വളർന്നിട്ടില്ല എന്ന് പറയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ അലീനയ്ക്ക് ഭയങ്കര വിഷമമാവുന്നു കേട്ടോ. എന്താണെങ്കിലും അലീന കീ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ബാലചന്ദ്രൻ അവിടെ കസേരയിൽ ഇരുന്നിട്ട് ആ ഫോൺ എടുത്തിട്ട് അതിലെ കോൾ റെക്കോർഡിങ്സ് ഇങ്ങോട്ട് ഓൺ ആക്കുക കേട്ടോ. ആ രേവതിക്കുട്ടി അലീനയോട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ, എൻ്റെ ചേച്ചി ആ പിഴച്ച സ്ത്രീയുടെ മുഖത്ത് നോക്കിയിട്ട് ചേച്ചി പറയണം, നിങ്ങൾ 10-22 വർഷങ്ങൾക്ക് മുമ്പ് പെറ്റ് തള്ളിയ മകളാണ് ഞാൻ എന്നൊക്കെ പറയുന്ന ആ ക്ലിപ്പുകൾ ഇങ്ങനെ ബാലചന്ദ്രൻ പ്ലേ ചെയ്തുകൊണ്ടിരിക്കണം. അത് കേട്ടതും അലീന ആകെ ഷോക്കായി പോകുന്നതാണ്, ഭയങ്കരമായി ഷോക്കായി പോവാണ്. ഇനി എന്തിപ്പോൾ ഇതിന് മറുപടി കൊടുക്കും എന്നുള്ളൊരു ചിന്തയിലാട്ടോ. അപ്പോൾ അതിന് ആകെ തകർന്നു പോവാണ് അലീന. എന്നിട്ട് അതിങ്ങനെ വീണ്ടും എന്നിട്ട് തലയ്ക്കുള്ളിലേക്ക് ഒരു ട്രെയിൻ ഇരച്ച് കയറുന്ന പോലെ അത്രയൊരു ഇതിലാണ് അലീനയുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ അലീന അത് കേട്ടിട്ട് ആകെ ഷോക്കായിട്ട് ആ റൂമിലേക്ക് തന്നെ കയറി ചെല്ലുക കേട്ടോ. ബാലചന്ദ്രൻ്റെ റൂമിലേക്ക് തന്നെ കയറി ചെല്ലുകയാണ്. ബാലചന്ദ്രൻ ഒരു കൂസലും ഇല്ലാണ്ട് ആ ഒരു കോൾ റെക്കോർഡിങ്സ് അലീനയുടെ നേരെ നീട്ടി പിടിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. അത് കണ്ടിട്ട് അലീന ആകെ സങ്കടപ്പെട്ട് കരച്ചിലോട് കരച്ചിലാണ്. ഒന്നും പറയാനില്ല അലീനയ്ക്ക്, വേറെ ഒന്നും പറയാനില്ല. എന്നിട്ട് അലീന ആകെ സങ്കടപ്പെട്ട് വിഷമിച്ച് അവിടെ ഇങ്ങനെ ഇരുന്ന് പോവാട്ടോ. അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒന്നും പറയുന്നില്ല. ബാലചന്ദ്രൻ ഇങ്ങനെ ഓരോ കോൾ റെക്കോർഡിങ്സും ഇങ്ങനെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അലീനയാണെങ്കിൽ അവിടെ പൊട്ടിക്കരഞ്ഞ് ഇരിക്കുകയാണ്. അവസാനം ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഇനിയും നിനക്ക് പോവണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീനയ്ക്ക് മനസ്സിലായി ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നമാണെന്ന് അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ബാലചന്ദ്രൻ ഈ ഇത് കേൾപ്പിച്ചതോടു കൂടിയിട്ട് അലീന ആകെ പെട്ടുപോകണം. സാർ എന്ന് വിളിക്കുമ്പം മിണ്ടരുത്, നിനക്ക് മിണ്ടാനുള്ള അവകാശമില്ല, നീ ഇനി ഇവിടെ ഒരക്ഷരം മിണ്ടിപ്പോകരുത് എന്ന് പറയാണ് ബാലചന്ദ്രൻ. എന്നിട്ട് അലീനയോട് നേരെ അടുത്തേക്ക് വന്നിട്ട് കസേര ഇട്ടിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. നീ നിൻ്റെ അമ്മയെ കാണാനല്ലേ വന്നത്? നിന്നോട് ഞാനൊരു കാര്യം അന്ന് ചോദിച്ചിരുന്നു, നിൻ്റെ അച്ഛനും അമ്മയും കാണാൻ ആഗ്രഹമില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഒരാളെ നീ കണ്ടു എന്ന് പറഞ്ഞിരുന്നു. ആ കണ്ടത് നിൻ്റെ അമ്മയല്ലേ വൈജ എന്ന് ചോദിക്കുക കേട്ടോ. അലീന ബാലചന്ദ്രൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനൊക്കെ ഉത്തരം കിട്ടാതെ അങ്ങനെ ആകെ പകച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഒന്നും മറുപടി പറയുന്നില്ല. അലീനയ്ക്ക് വെറും കരച്ചിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ബാലചന്ദ്രനാണ് ബാക്കിയെല്ലാം പറയുന്നത്. നീ എന്താ വിചാരിച്ചത്? ഒന്നും ഞാൻ അറിയത്തില്ല എന്നോ? നീ ആരറിയരുതെന്നാണോ നീ ആഗ്രഹിച്ചത്? ഞാൻ തന്നെ അറിഞ്ഞില്ല എല്ലാ കാര്യങ്ങളും. എനിക്ക് അന്നേ സംശയമുണ്ടായിരുന്നു കുഞ്ഞിരാമൻ മേനോൻ വെറുതെ ഒന്നും ഇത്രയും ദൂരത്ത് പോയിട്ട് ഒരു ഹോം നേഴ്സിനെ കൊണ്ടുവരത്തില്ല എന്ന്. പക്ഷേ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറയാണ്. അപ്പോൾ അലീനയാണെങ്കിൽ ഇതിന് എന്ത് മറുപടി പറയുമെന്നറിയാതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബാലചന്ദ്രൻ അലീനയെ മിണ്ടാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. അങ്ങനെ അലീന ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ എന്താ വിചാരിച്ചത് ഞാനൊന്നും അറിഞ്ഞില്ല എന്നോ? എല്ലാം അറിഞ്ഞിട്ടാണ് ഇത്രയും നാൾ ഞാനിവിടെ നിങ്ങളുടെ മുന്നിലൊക്കെ നാടകം കളിച്ചത്. എനിക്ക് അറ്റാക്ക് വന്നത് ഈ കാര്യം അറിഞ്ഞിട്ടാണ്. ഞാൻ എവിടെയായിരുന്നു എന്ന് നീ ചോദിച്ചില്ലേ? 2 ദിവസം മാറി നിന്നത്. ഞാൻ പോയത് നേരെ നീലഗിരിയിലേക്കായിരുന്നു, ഗംഗാധര മേനോൻ്റെയും മാലതിയുടെ അടുത്തേക്ക്. അവിടെ പോയിട്ട് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് സത്യാവസ്ഥ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അതിന് ശേഷമാണ് നിങ്ങളുടെ മുന്നിലൊക്കെ ഞാൻ ഈ നാടകം കളിച്ചത് എന്ന് പറയണം. അപ്പോൾ എല്ലാം കേട്ട് ഇങ്ങനെ ഒരു തരിപ്പോട് കൂടിയിട്ട് ഒരു മരവിപ്പോട് കൂടിയിട്ട് കേട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അലീന. എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇനി പറ, നിനക്കിവിടെ നിന്ന് പോകണോ? എൻ്റെ വാക്ക് കേൾക്കാതെ നീ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്ന ദുരന്തം വളരെ വലുതായിരിക്കും എന്ന് പറയണം. അങ്ങനെ അലീന ഇല്ല, ഞാൻ പോകുന്നില്ല എന്നുള്ളൊരു തീരുമാനം കരച്ചിലോട് കൂടിയിട്ട് എടുക്കുകയാണ്. അങ്ങനെ എന്താണെങ്കിലും അലീന പോകുന്നില്ല എന്ന് തീരുമാനിക്കട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇപ്പോൾ നീ പൊക്കോ, താഴേക്ക് ചെല്ല്, നിൻ്റെ തീരുമാനം നീ അറിയിക്കുക, പോകുന്നത് നിൻ്റെ ഇഷ്ടമാണ്, പക്ഷേ ഞാൻ പറഞ്ഞ കാര്യം ഓർക്കുക എന്ന് പറയാണ്. ഈ അവസ്ഥയിൽ ഞാൻ നിന്നോട് കൂടുതൽ സംസാരിക്കുന്നില്ല, കൂടുതൽ ചോദിക്കുന്നില്ല, കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് സംസാരിക്കാം, ഇപ്പോൾ നീ താഴേക്ക് ചെല്ല് എന്ന് പറയാണ്. ആ കീ കൊണ്ടുപൊക്കോ, ഡോറ് തുറന്നോ, പക്ഷേ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ഒന്നുകൂടി ആലോചിച്ചിട്ട് വേണം എന്ന് പറയാണ് അലീനയോട് ബാലചന്ദ്രൻ. അങ്ങനെ അലീന ആ കീ എടുത്തുകൊണ്ട് അങ്ങനെ പതുക്കെ പുറത്തേക്ക് ഇറങ്ങുക കേട്ടോ. ഇറങ്ങിയിട്ട് പുറത്ത് നിന്നിട്ട് ഭയങ്കര കരച്ചിലാണ്. അങ്ങനെ കണ്ണൊക്കെ തുടച്ച് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ താഴേക്ക് വരുമ്പോൾ അലീനയുടെ കയ്യിൽ കീ കണ്ടിട്ട് അവർക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് വൈജയ്ക്ക് കേട്ടോ. അങ്ങനെ കീ വാങ്ങിച്ചിട്ട് വൈജ തന്നെ ഡോറ് തുറക്കുന്നുണ്ട്. അങ്ങനെ ഡോറ് തുറന്നിട്ട് അലീനയോട്
പോവാനായിട്ട് പറയണം. അന്നേരം അലീന ഞാൻ പോകുന്നില്ല എന്ന് പറയാട്ടോ. അതെന്താ നീ പോകാത്തത്, നിന്നോടല്ലേ പോവാൻ പറഞ്ഞത് നീ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പോകുന്നില്ല, സാർ എന്നോട് പോവരുത് എന്ന് തന്നെ പറഞ്ഞു, സാറ് പറഞ്ഞത് എനിക്ക് കേട്ടേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അലീന തൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് മുത്തശ്ശിയുടെ റൂമിലേക്ക് തന്നെ പോവാട്ടോ. അപ്പോൾ മുത്തശ്ശി അലീന ഇങ്ങനെ തിരിച്ചു വന്നേ കണ്ടിട്ട് മുത്തശ്ശിയും ആകെ ഇങ്ങനെ അന്തം വിട്ടിട്ട് ഇങ്ങനെ നോക്കുകയാണ്. എന്ത് പറ്റി മോളെ, നീ പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അലീന അവിടെ വന്ന് പൊട്ടിക്കരയാണ്, കൂടുതലൊന്നും പറയുന്നില്ല. വൈജിയാണെങ്കിൽ വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നിന്നോടല്ലേ പോവാൻ പറഞ്ഞത്, നീ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോ എന്ന് പറയുമ്പോൾ അലീന പിന്നെ അവിടെ നിന്ന് അനങ്ങുന്നില്ല കേട്ടോ. അങ്ങനെ ആ സമയത്താണ് കാറിൻ്റെ ഹോൺ കേൾക്കുന്നത്. അങ്ങനെ അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോൾ രാജീവനും മനുവും കൂടി അങ്ങോട്ടേക്ക് വന്നതാട്ടോ. അപ്പോൾ അവരെ കണ്ടിട്ട് വൈജ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് രാജീവ് ചോദിക്കുന്നുണ്ട്, എന്തായി, ഡോറ് തുറന്നില്ല എന്ന് പറഞ്ഞിട്ട് ആരാ തുറന്നത്? ആ ഡോറിൻ്റെ കീ ഒക്കെ കിട്ടി, പക്ഷേ അവൾ പോകുന്നില്ല എന്നാണ് പറയുന്നത്. അതെന്താ അവൾ പോവാത്തത്? അവളോട് ബാലചന്ദ്രൻ എന്തോ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, അവൾ പോകുന്നില്ല എന്നാണ് പറഞ്ഞത് എന്ന് പറയാണ്. അങ്ങനെ അലീനയും പോകുന്നില്ല എന്നുള്ള കാര്യം രാജീവിന് അറിഞ്ഞിട്ട് രാജീവ് ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ട് അകത്തേക്ക് വരുമ്പോൾ മനു പറയുന്നുണ്ട്, അങ്കിൾ ഞാൻ സംസാരിക്കാം അങ്കിളിനോട് എന്ന് പറയാട്ടോ. അങ്ങനെ ബാലചന്ദ്രനോട് സംസാരിക്കാനായിട്ട് പോവുകയാണ് മനു. ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, അങ്കിളെ കുറച്ച് നാളത്തേക്കെങ്കിലും അലീനയെ മാറ്റി നിർത്തിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ പറ്റത്തില്ല മനു എന്ന് പറയാട്ടോ. അങ്ങനെ അവർ തമ്മിൽ കുറച്ച് സംസാരങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ പിന്നെ മനു മുത്തശ്ശിയുടെ അടുത്ത് പറയുന്നുണ്ട് ബാലചന്ദ്രനും അതുപോലെ വൈജയും തമ്മിൽ ഭയങ്കര യുദ്ധം തുടങ്ങിയിരിക്കുകയാണ്, രണ്ടിലൊരാൾ തമ്മിൽ തല്ലി ചാവത്തേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുന്നത് കേട്ടോ. എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരാൻ, ചില സീനുകളൊക്കെ നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. എന്താണെങ്കിലും ഈ സ്റ്റോറി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.